ഇതൊരു വ്യക്തിയുടെ തൂലികയിൽ പിറന്ന ഒരു കഥയല്ല. പഴമക്കാരുടെ വായ്മൊഴിയിൽ നിന്ന് വന്ന ഒരു പഴങ്കഥയുമല്ല. ഇതൊരു ചരിത്ര സത്യമാണ്. ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്നേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ്, കനാൻ എന്ന ദേശത്ത് നിന്ന് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, തന്നോടുകൂടെ നടന്ന് തൻ്റെ ഹിതം ചെയ്യുവാൻ. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ആരാധനയും ഒരു പാട്ടിലോ ഒരു നൃത്തത്തിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് പരിപൂർണമായ അനുസരണമാണ് എന്ന സത്യത്തെ ആദ്യമായി കാലം തെളിയിച്ചു തന്നത് ദൈവവിളിക്കായി യോഗ്യനായ ഈ വ്യക്തിയിലൂടെ ആയിരുന്നു. ഈ സ്നേഹത്തിൻ്റെയും അനുസരണയുടെയും ആഴം ആരായുവാൻ നമുക്ക് ഈ കനാൻ ദേശത്തിലെ ആ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മോനെ, മോനെ ഇസഹാക്ക്, എന്താണമ്മേ? കളി മതിയാക്കൂ, ഭക്ഷണം കഴിക്കാൻ വരൂ. അമ്മേ, ദാ എത്തി. ഞാൻ എത്ര നേരമായി മോനെ വിളിക്കുന്നു. എവിടെയായിരുന്നു നീ? ഞാനിവിടെ കൂട്ടുകാരൊപ്പം കളിക്കുവായിരുന്നു അമ്മേ. അയ്യോ, കൈ മുറിഞ്ഞിരിക്കുന്നല്ലോ. ഇതെന്തു പറ്റുമോനെ? അയ്യോ, ചോര പൊടിയുന്നുണ്ടല്ലോ. ഒന്നുമില്ല അമ്മേ, അവിടെ ദാസിമാരൊപ്പം കളിച്ചോണ്ടിരിക്കുമ്പോൾ കാൽ തെറ്റി വീണതാ. എന്താ മോനെ ഇത്? ശ്രദ്ധിക്കേണ്ടത് നീയല്ലേ? ദേഹം മുറിഞ്ഞിരിക്കുന്നു. അപ്പൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും? സാരമില്ല അമ്മേ, അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മേ, ദാ അപ്പം വരുന്നു. അപ്പാ. അബ്രാം പിതാവേ, എന്നാൽ ഞങ്ങൾ പോകട്ടെയോ? എന്നാൽ അങ്ങനെയാകട്ടെ. ഇനി അല്പസമയം ഞാൻ എൻ്റെ മകൻ്റെ ഒപ്പം ഒന്ന് സന്തോഷിക്കട്ടെ. അയ്യോ, കൈ മുറിഞ്ഞിരിക്കുന്നല്ലോ. ഇതെന്ത് പറ്റിയതാണ്? അത് കളിക്കൂട്ടുകാരോടൊത്ത് കളിച്ചപ്പോൾ മണ്ണിൽ വീണതാണ്. ഞാനിപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വിളിച്ചതാണ്. ഇപ്പോഴാണ് ഞാനും കണ്ടത്. അത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അങ്ങയുടെ വരവും. എന്താ സാറാ, എന്നിട്ട് ആഹാരം കഴിച്ചോ? ഇവിടെ തരൂ, എൻ്റെ പൊന്നുമോന് ഞാൻ ഊട്ടാം. ഞങ്ങൾ കളിക്കാൻ പോകുന്നു, നീ കൊടുന്നാ. കഴിച്ചിട്ട് പോകും മോനെ. ഞാൻ പിന്നെ വരാപ്പാ. സാറാ, അവനെ കണ്ടോ നീ? നമ്മുടെ ഇസഹാക്കിനെ. അവന്റെ കൊഞ്ചലും അവന്റെ കുസൃതിയും നമുക്ക് തരുന്ന സന്തോഷവും എത്ര വലുതാണെന്ന് നോക്ക്. എത്ര ശരിയാണങ്ങ് പറഞ്ഞത്. അവൻ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകുമ്പോൾ പോലും എനിക്കൊരു ഏകാന്തതയാണ്. സാറാ, എന്റെ പ്രാണനാണ് ഇസഹാക്ക്. എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപുത്രൻ. അവന്റെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ എന്റെ ഉള്ളമാണ് പിടയ്ക്കുന്നത്. അവന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ ഹൃദയമാണ് നീറുന്നത്. അറിയാം, എനിക്കറിയാം. എന്റെ പ്രാണനാഥന് ഇസഹാക്ക് കഴിഞ്ഞേ മറ്റെന്തുള്ളൂ എന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്കറിയാം. ആ മനസ്സ് ഞാൻ അറിയുന്നു. അതുപോലെ തന്നെ പ്രിയമാണ് അവൻ എനിക്കും. എങ്കിലും ഞാൻ ചോദിച്ചു പോകുന്നു,
ഈ പ്രായത്തിലും ഇത്ര സന്തോഷിക്കാൻ ഞാൻ ഇത്രയും ഭാഗ്യം ചെയ്തവളാണോ? സാറാ, ചാമരക്കാറ്റേറ്റ് ചാഞ്ചക്കമാടാൻ ഒരു ചന്ദന കട്ടിലല്ല ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചത്. അണിയാൻ ആവശ്യത്തിലേറെ ആടയാഭരണങ്ങളെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കും നിനക്കും കഴിയാൻ ഒരു നവരത്ന മാളികയും ഞാൻ മോഹിച്ചിട്ടില്ല. കനകസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ വെഞ്ചാമരം വീശാൻ ചുറ്റും തോഴിമാരെ ഞാൻ നനച്ചിട്ടുകൂടിയില്ല. ഞാൻ ചോദിച്ചത് ഒന്ന് മാത്രമാണ്, എന്നെ അപ്പ എന്നൊന്ന് വിളിക്കാൻ, നിന്നെ അമ്മ എന്നൊന്ന് വിളിക്കാൻ ഒരു മകനെ. വിശ്വസ്തനായ ദൈവം ചോദിച്ചത് തന്നെ നമുക്ക് നൽകിയില്ലേ? ഈ 100-ാം വയസ്സിൽ കൊതി തീരും വരെ താലോലിക്കാൻ ദൈവം വരദാനമായി നമുക്ക് തന്ന നിധിയാണ് നമ്മുടെ സീമന്തപുത്രൻ ഇസഹാക്ക്. അതെ, വരുവാനിരിക്കുന്ന തലമുറകൾ ഇനിയും നമ്മുടെ പുത്രൻ ഇസഹാക്കിലൂടെ അറിയപ്പെടും. ഹോ, അതോർക്കുമ്പോൾ തന്നെ എന്റെ സന്തോഷം എനിക്ക് അറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. സാറാ, ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുമ്പോഴേക്കും ഇസഹാക്കിനെ ഊട്ടാൻ മറക്കരുത്. അവൻ പാതി വിശന്നാണ് കളിക്കൂട്ടുകാരോടൊപ്പം പോയത്. ഓർമ്മ വേണം. അതോർത്ത് അവിടുന്ന് ഒരു സങ്കടം വേണ്ട. പോയി മടങ്ങി വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ ചെയ്തു കൊള്ളാം. അവിടുന്ന് സന്തോഷമായി പോയാലും സദ്വാർത്തയുമായി അങ്ങ് മടങ്ങി വരുന്നതും കാത്ത് ഞങ്ങൾ ഈ ഉമ്മറത്ത് ഉറങ്ങാതെ ഉണ്ടാകും. നല്ല മനസ്സോടെ അവിടുന്ന് പോയാലും. എങ്കിൽ ഞാൻ പോയി വരട്ടെ. ശരി യജമാനനെ. അബ്രഹാമേ, 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 പരിഭ്രമിക്കണ്ട. ഞാൻ നിന്റെ പിതാവായ ദൈവമാകുന്നു. എന്റെ ദൈവമേ, അടിയനിതാ നിന്റെ മുൻപിൽ. അവിടുന്ന് കൽപ്പിച്ചാലും എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? അബ്രഹാമേ, നീ ഇന്നു തന്നെ മോറിയാദേശത്തേക്ക് പുറപ്പെടണം. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ നീ എനിക്കായി ഒരു ദഹനബലി ഒരുക്കണം. പോകാം, ഞാൻ ഒരുക്കാം. അവിടുത്തെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ഒരുക്കാം. അവിടുന്ന് അരുളി ചെയ്താലും എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഊറ്റൻ കാളക്കുട്ടിയെയോ, അതോ ഊനമില്ലാത്ത കുഞ്ഞാടിനെയോ, അതോ കുറുനരിയെയോ, പ്രാവിനെയോ? എന്താണ്, എന്തിനെയാണ് ഞാൻ അങ്ങയ്ക്കായി യാഗമർപ്പിക്കേണ്ടത്? അബ്രഹാമേ, എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. നീ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ എനിക്കായി ബലി നൽകണം. എന്ത്? എന്റെ മകൻ ഇസ്ഹാക്കിനെയോ? ഞാൻ സ്വപ്നം കാണുകയോ അതോ യാഥാർത്ഥ്യമോ? എന്റെ ജീവനാണ് ഇസ്ഹാക്ക്. അവന്റെ മേൽ എന്റെ കൈകൊണ്ട് എന്റെ മകന്റെ മേൽ കത്തിവെക്കോ? സാറാ ഇതറിഞ്ഞാൽ എങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കും? എന്റെ മോനെ, എങ്ങനെ ഈ കൈ കൊണ്ട്?
പിതാവേ, അങ്ങയുടെ സന്തോഷത്തിനപ്പുറം ഈ അബ്രഹാമിനൊരു സന്തോഷമില്ല. നീ തന്നതിനെ നീ തിരികെ ചോദിക്കുമ്പോൾ തരില്ലെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? എടുത്തുകൊള്ളൂ, ഞാൻ നൽകാം പൂർണ്ണ മനസ്സോടെ. ഞാൻ എൻ്റെ ഇസ്ഹാക്കിനെ അങ്ങയ്ക്ക് ബലിയായി നൽകാം. എനിക്ക് അവിടുന്ന് കഴിഞ്ഞേ മറ്റൊന്നും പാടുള്ളൂ. അങ്ങ് എത്തിയോ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്തേ ഇത്രയും വൈകാൻ? അപ്പാ, ഏയ്, ഒന്നുമില്ല. നീ കഴുതയെ കുളിപ്പിച്ച് കൂപ്പിട്ട് കെട്ടണം. ഉണങ്ങിയ ഒലിവ് കമ്പുകൾ കൂതി അതിന്മേൽ വെച്ച് കെട്ടണം. അങ്ങനെ തന്നെ ആവട്ടെ. ബലിക്കുള്ള തീയും ഭണ്ഡാരക്കെട്ടും നീ കരുതണം. ശരി പിതാവേ. ബലി അർപ്പാനുള്ള കത്തിയും ഒരുക്കണം. ഞാൻ കരുതാം. നിൽക്കൂ. കത്തിക്ക് നല്ല വായ്ത്തല കൂട്ടണം. അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം. ഏതോ ദൂരയാത്രയുണ്ടെന്ന് തോന്നുന്നു. എവിടേക്കാണാവോ? മോറിയ ദേശത്തേക്കൊന്ന് പുറപ്പെടണം. ദൈവത്തിനൊരു ബലി നൽകണം. പുലർച്ചയ്ക്ക് അവിടെ എത്തണം. പിന്നെ ഇസഹാക്കും കൂടെ വരട്ടെ. എന്തിനാണാവോ തിടുക്കത്തിൽ മകനെയും കൂട്ടി? അവൻ കൂടി വരട്ടെ. ദൈവത്തിന് ബലിയർപ്പിക്കുക അത് സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തന്ന ദൈവത്തിന് എന്തു കൊടുത്താലാണ് മതിയാവുക? പക്ഷെ അങ്ങയുടെ മുഖത്തിന് ഒരു സന്തോഷവും ഞാൻ കാണുന്നില്ലല്ലോ. ഉള്ളിൽ എവിടെയോ ഒരു സങ്കടമുള്ളതുപോലെ. എന്തെങ്കിലും സങ്കടം? ഈ ലോകത്തിൽ ആർക്കാണ് സങ്കടമില്ലാത്തത്? തേനും പാലും നിറച്ചു വെച്ച് കാഞ്ചനക്കൂട്ടിൽ കഴിയുന്ന പഞ്ചവർണ്ണക്കിളിയോട് പോലും ചോദിക്കണം, എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന്. അത് പറയും, ഉവ്വ്. മനസ്സിലായില്ല. എന്നും തേനും പാലുമാണ് കഴിക്കുന്നത്. കാഞ്ചനക്കൂട്ടിൽ, കനകക്കൂട്ടിൽ, സ്വർണ്ണക്കൂട്ടിലാണ് കിടക്കുന്നത്. അതിനെന്തിനാണ് സങ്കടം? ഉണ്ട്, അതിന് വിധിക്കാതെ പോയ നീലാകാശത്തെക്കുറിച്ചുള്ള നഷ്ടസ്വപ്നങ്ങളുടെ സങ്കടം. അവിടുന്ന് മനസ്സൽപ്പം കലങ്ങിയിരിക്കുന്നു. സങ്കടവും ദുഃഖവും ഒക്കെ മാറ്റിവെക്കുക. ദൈവത്തിനുള്ള ബലി അത് മാത്രമായിരിക്കണം ഇപ്പോൾ മനസ്സിൽ. മോനെ ഇസഹാക്ക്, നമുക്ക് പുറപ്പെടാം. ഇപ്പോൾ പുറപ്പെട്ടാലേ പുലർച്ചയ്ക്ക് ആ ദേശത്തെത്താൻ കഴിയൂ. പോകാം അപ്പാ. നമ്മളെപ്പോ മടങ്ങിയെത്തും? മോനെ, പുറപ്പെടും മുൻപ് അമ്മയുടെ നെറുകയിൽ ഒരു ചുടുചുംബനം നൽകി വരൂ.
മോൻ വേഗം വരണം. ഈ അമ്മ കാത്തിരിക്കും. മോനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ കഴിയില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ. ഈ അമ്മയ്ക്ക് ഇനി നീ മടങ്ങി വരുന്നതുവരെ ഉറക്കം പോലും ഉണ്ടാവില്ല. കഴുതയെ കുളിപ്പിച്ചു. വിറകുന്തിയും തയ്യാറാക്കി കഴുതപ്പുറത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. കത്തിക്ക് വായ്ത്തല കൂട്ടി തയ്യാറായി കഴിഞ്ഞു. ഇനിയും പുറപ്പെടാൻ സമയമായി. വരൂ, നമുക്ക് പോകാം. നിങ്ങൾ ഇനിയും ഇവിടെ നിൽക്കുക. ഞാൻ ഇസഹാക്കിനെയും കൂട്ടിപ്പോയി ബലി നടത്തിയ ശേഷം മടങ്ങി വരാം. അങ്ങനെയാവട്ടെ. എന്നാൽ ഞങ്ങൾ ആ കുന്നിൻ ചരിവിലുള്ള ഒലിവ് മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കാം. അങ്ങ് പോയി വന്നാലും. അപ്പാ, എന്താണ് മകനെ? അപ്പാ, ബലിക്ക് നിരത്താനുള്ള വിറക് എന്റെ തലയിൽ, കത്തിക്കാനുള്ള തീയോ അപ്പന്റെ കയ്യിൽ, അറുപ്പാനുള്ള കത്തി ആ ഉറയിലും. എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടവിടെ അപ്പാ? എന്റെ പൊന്നുമോൻ അറിയില്ലേ, സകലതും തരുന്ന ദൈവം ബലിക്കുള്ള കുഞ്ഞാടിനെയും തരും. മകനെ ഇസഹാക്ക്, ഈ ലോകത്തിലെ സകല സൃഷ്ടിയും ദൈവത്തിൻ്റെതാണെന്ന് നീ അറിയുന്നില്ലേ? ഊവപ്പാ, ഞാൻ അറിയുന്നു. ആ സൃഷ്ടാവിന് അതിലേത് മടക്കി ചോദിച്ചാലും അത് തിരികെ കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പാ. എത്ര മുള്ളുകൾ കൊണ്ട് വിരലുകളെ കുത്തി നോവിച്ചാലും ഒരിക്കൽ ആ വിരലുകൾക്ക് സ്വന്തമാണ് ഏതു പനിനീർ പുഷ്പവും. അപ്പാ,
ഞാൻ കൊതിച്ച എൻ്റെ ഈ പൂവിനെയും ദൈവം മടക്കി ചോദിക്കുന്നു. തരില്ലെന്ന് പറയാൻ എനിക്ക് എങ്ങനെ കഴിയും? മോനെ ഇസഹാക്ക്, ഈ ബലിക്കായി ദൈവം കൽപ്പിച്ച കുഞ്ഞാട് എന്റെ ജീവന്റെ ജീവനായ നീയാണ്. അപ്പാ, എന്നോട് എന്റെ പൊന്നുമോന് ദേഷ്യമരുത്. ദൈവഹിതം ഇതാണ്. എനിക്കിത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പാ, എന്റെ അപ്പന് എന്നോടുള്ള സ്നേഹം അതെത്രയെന്നത് എന്നെ പോലെ മറ്റാർക്കും അറിയില്ല. അതിനുപരിയായി എന്റെ അപ്പന് ദൈവത്തിനോടുള്ള വിശ്വാസം അതും ഞാൻ അറിയുന്നു. ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല അപ്പാ. അവിടുന്ന് ദൈവത്തിന്റെ ഈ ഹിതം പൂർണ്ണ മനസ്സോടെ നിവർത്തിച്ചാലും. മോനെ, എന്റെ പൊന്നുമോനെ, അപ്പാ, അറക്കുമ്പോ എന്റെ അപ്പന്റെ കണ്ണുകൾ നിറയരുത്. ആ കൈകൾ വിറയ്ക്കരുത്. ആ നെഞ്ച് പതറരുത്. അപ്പാ, അപ്പനല്ലേ ആദ്യമായി എന്നെ യാഗം പഠിപ്പിച്ചു തന്നത്. അന്നപ്പൻ പറഞ്ഞത് ബലിക്കുള്ള കുഞ്ഞാടിനെ കരയാൻ അനുവദിക്കരുത് എന്നല്ലേ? കുഞ്ഞാടിനെ തലോടുന്നത് കത്തി അറിയരുത് എന്നല്ലേ? മേലോട്ടുയർത്തിപ്പിടിക്കുന്ന കത്തിയും കീഴോട്ടൊഴുകുന്ന കണ്ണീരും ബലിക്ക് നല്ലതല്ല അപ്പാ. എന്റെ കൈകാലുകൾ കെട്ടിക്കോളൂ. ഒരിക്കൽ കൂടി ഞാൻ എന്റെ അപ്പന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചോട്ടെ. മോനെ, ദൈവമേ, പൂർണ്ണ മനസ്സോടെ ഞാൻ ബലിക്കായി ഒരുങ്ങുകയാണ്. അങ്ങയുടെ തിരുവിഷ്ടത്തിനു മുൻപിൽ എനിക്ക് മറ്റൊന്നില്ല. ഹൃദയം നുറങ്ങുന്ന വേദനയിലും കഥനം മുറിയുന്ന നൊമ്പരത്തിലും ഞാൻ അങ്ങയ്ക്കായി എൻ്റെ ഏക മകനെ യാഗമായി നൽകുന്നു. അബ്രഹാമേ, അബ്രഹാമേ, അരുത്, ബാലന്റെ മേൽ കൈവെക്കരുത്.
നിന്റെ ജീവന്റെ ജീവനായ മകനെ പോലും എനിക്ക് തരാൻ മടിക്കായകൊണ്ട് എന്നോടുള്ള നിന്റെ വിശ്വാസം എത്ര വലിയത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. അബ്രഹാമേ, നീ നിന്റെ പിന്നിലേക്ക് നോക്കുക. കൊമ്പിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കോലാടിനെ നീ കാണുന്നില്ലേ? അതിനെ എനിക്കായി ബലിയർപ്പിച്ച ശേഷം ഇസ്ഹാക്കിനെയും കൂട്ടി മടങ്ങുക. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും സന്തതി പരമ്പരകളെ ഞാൻ നിനക്ക് നൽകി അനുഗ്രഹിക്കും. ദൈവമായ കർത്താവേ, എന്നെ നീ ഇത്രമാത്രം കരുതാൻ, സ്നേഹിക്കാൻ, നിന്റെ ഈ സ്നേഹത്തിനു മുൻപിൽ നന്ദിയല്ലാതെ മറ്റെന്ത്? ദൈവത്തെ പരിപൂർണമായും അനുസരിച്ച അബ്രഹാമിന് ദൈവം ഐശ്വര്യമായി വീണ്ടും വാഗ്ദത്തങ്ങളെ നൽകിയത് എന്തെന്നാൽ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ പോലും എനിക്ക് തരുവാൻ മടിക്കായ്ക കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുസരണം കണ്ട ദൈവം ലോകത്തിന് വാക്ക് നൽകി. മാനവജാതിയുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമായി ദൈവം തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ ഇതേ സ്ഥലത്ത് ഒരു പരമയാഗമായി അർപ്പിക്കുമെന്ന്. മനുഷ്യജാതിയുടെ രക്ഷയ്ക്കായി അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അതിനാൽ അവന് കഷ്ടം വരുത്തി. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ മരണപാശങ്ങളെ അഴിച്ചു. അവൻ കല്ലറയെ ഭേദിച്ചു, പാതാളത്തെ തകർത്ത് പിശാചിന്റെ ആയുധങ്ങളെ താഴെ വെപ്പിച്ചു. അവനെ പരസ്യ കോലമാക്കി. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത്രമേൽ ദൈവം നമുക്ക് തന്ന സ്നേഹവും കരുതലും അതെങ്ങനെ നാം തിരിച്ചറിയാതെ പോകും? സ്നേഹിതരെ, സ്വന്തം പുത്രനെ പോലും കരുതാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും സൗജന്യമായി നൽകാതെ ഇരിക്കുമോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ, ഈ ത്യാഗത്തെ തിരിച്ചറിഞ്ഞാൽ, ഈ രക്ഷയെ തിരിച്ചറിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ കൃതാർത്ഥരായി.